Next question. Acceleration time graph of a body starts from rest is as shown below. ഒരു 80 ഗ്രാഫ് ആണ് കാണിച്ചേക്കുന്നത് അല്ലെ. y ആക്സിൽ എന്താണ്? ആക്സിലറേഷൻ ആണ്, x ആക്സിൽ ടൈം ആണ്. ഒരു 80 ഗ്രാഫ് ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? 80 ഗ്രാഫിന്റെ യൂസ് എന്താണ്? രണ്ടാമത്തെ ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂസിങ് ദി എബോ ഗ്രാഫ്. ഇത് വെച്ച് എന്ത് ചെയ്യണം? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയും ചെയ്യണം. റൈറ്റ്. അപ്പൊ നമുക്ക് അതുപോലെ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 seconds. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറയുന്നത്. ഗ്രാഫ് വെച്ചുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? അപ്പൊ ഇതെന്താണ്? ഒരു 80 ഗ്രാഫ് ആണല്ലോ. 80 ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുക? ആക്സിലറേഷൻ കിട്ടും. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. ഓരോ ഇൻസ്റ്റന്റിലെയും എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഒന്നാമത്തെ യൂസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ 80 ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഏരിയ അണ്ടർ 80 ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ ഏരിയ കാണണമെങ്കിൽ ഒരു സർട്ടൻ ഇന്റർവെലിലെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇന്റർവെലിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടിക്കോളും. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ടു നോ ദി നേച്ചർ ഓഫ് മോഷൻ, ഒരു മോഷന്റെ നേച്ചർ കാണാനും ആ ഗ്രാഫിന് കിട്ടും. അപ്പൊ 3 യൂസ് ഉണ്ട്. ഒന്ന് ടു ഫൈൻഡ് ദി ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ടു ഫൈൻഡ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ആൻഡ് ടു നോ ദി നേച്ചർ ഓഫ് മോഷൻ. ഈ 3 ആപ്ലിക്കേഷൻ ആണ് 80 ഗ്രാഫിനുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് ആക്സിലറേഷൻ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഈ 0 മുതൽ 3 വരെ എത്രയാണ് ആക്സിലറേഷൻ? +4 ആണ് ആക്സിലറേഷൻ. +4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മുകളിലേക്ക് ആവുമ്പോൾ പ്ലസ്. അടുത്ത 3rd സെക്കൻഡ് മുതൽ 6th സെക്കൻഡ് വരെ എത്രയാണ് ആക്സിലറേഷൻ? -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ ആക്സിലറേഷൻ കിട്ടും. പിന്നെ ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ടൈപ്പ് മോഷൻ ആണ്? യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ടൈപ്പ് മോഷൻ ആണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അത് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഏരിയ കാണാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ബി പാർട്ട്. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദി എബോ ഗ്രാഫ്. ആ ഗ്രാഫിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. അതിനു മുമ്പ് ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ് പറയുന്നത് അല്ലെ. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. റൈറ്റ്. അപ്പൊ നമുക്ക് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി കാണണം. ഞാൻ പിന്നെയും പറയാണ്, ഏരിയ അണ്ടർ 80 ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 3 വരെയുള്ള ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്തായിരിക്കും? ആ 0 മുതൽ 3 സെക്കൻഡ് ഉണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാം. സോ എന്താണ് പോയിന്റ്? ഏരിയ അണ്ടർ 80 ഗ്രാഫ് എന്താണ്? ഏരിയ അണ്ടർ 80 ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഡെൽറ്റ വി ആണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമ്മളത് കാണാൻ പോവാണ്. എന്ത് ഷേപ്പാണ്? 0 മുതൽ 3 സെക്കൻഡ് വരെ റെക്ടാംഗിൾ ഷേപ്പാണ്. ആ ഏരിയ കാണുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. 80 ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂറിംഗ് ദാറ്റ് 3 seconds. റൈറ്റ്. അപ്പോ ഏരിയ കാണാൻ ഈസിയാണ്. റെക്ടാംഗിൾ ഷേപ്പാണ്. ബേസ് ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. 3 into 4 വരും. എന്ത് കിട്ടും? 12 എന്ന് കിട്ടും അല്ലെ. ശ്രദ്ധിക്കുക, +4 ആണ്, ഇവിടെയും +3 ആണ്. റൈറ്റ്. +4 +3 ആണ്. അപ്പോ കാണാൻ പോവാണ്. എക്സ് ആക്സിനകത്ത് +3 ഇൻറ്റു y ആക്സില് മേളിലേക്ക് അല്ലെ. അതെങ്ങനെയാ കാണാൻ വേണമെങ്കിൽ 4 - 0 എന്നൊക്കെ എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നോക്കാം. അപ്പോ ലെങ്ത് നോക്കാം. 0 മുതൽ 3 വരെയാണ്. അപ്പൊ നമുക്ക് 3 - 0 എന്ന് ഇടാം. 3 - 0 എന്ന് എടുക്കാം. ഇൻറ്റു പോസിറ്റീവ് ആണ്. ഹൈറ്റോ? ഹൈറ്റ് 4 - 0. ഹൈറ്റ് 4 - 0. ഹൈറ്റ് 4 - 0. ക്ലിയർ? അപ്പൊ എന്താ പറയാ? നമുക്ക് +12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഏരിയ അണ്ടർ 80 ഗ്രാഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ എന്ത് കിട്ടി? ഏരിയ കണ്ടുപിടിച്ചപ്പോ +12 എന്ന് കിട്ടി. അതായത് എന്താ ചെയ്തത്? വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് കൂടി. വെലോസിറ്റി എന്ത് ചെയ്തു? ആ 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് കൂടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ് എത്രയാ? സ്റ്റാർട്ടിംഗ് എത്രയാ വെലോസിറ്റി? സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആ 3 സെക്കൻഡ് കൊണ്ട് എത്ര വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു? 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്തു. സ്റ്റാർട്ടിംഗിൽ 0 ആണ്. 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്തെങ്കിൽ ആഫ്റ്റർ 3 സെക്കൻഡ് എത്രയാണ് വെലോസിറ്റി? 0 + 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്യാലോ. സോ വെലോസിറ്റി ആഫ്റ്റർ 3 seconds. Velocity after 3 seconds. Starting velocity 0. Starts from the start. Plus ആ 3 സെക്കൻഡ് എത്ര വെലോസിറ്റി മാറി? 12 മീറ്റർ പെർ സെക്കൻഡ് മാറിയിട്ടുണ്ട്. പ്ലസ് ആണ്, പോസിറ്റീവ് ആണ് കിട്ടിയേക്കണേ. അപ്പൊ ഇൻക്രീസിംഗ് ആണ്. 0 + 12 എന്ത് കിട്ടി? 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ,
അപ്പോ തേർഡ് സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് തേർഡ് സെക്കൻഡ് മുതൽ 6th സെക്കൻഡിലുള്ള ചേഞ്ച് വെലോസിറ്റി കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ കാണാൻ പോണ എന്താ, നമ്മൾ കാണാൻ പോണ തേർഡ് സെക്കൻഡ് മുതൽ 6th സെക്കൻഡ് വരെയുള്ള ചേഞ്ച് വെലോസിറ്റി കാണാൻ പോകും. തേർഡ് സെക്കൻഡ് മുതൽ 6th സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി ചേഞ്ച് വെലോസിറ്റി കാണാൻ പോകും. അഗൈൻ ഏരിയ അണ്ടർ AT ഗ്രാഫ് എന്താണ് നമുക്കറിയാം, അത് ചേഞ്ച് വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് തേർഡ് സെക്കൻഡ് മുതൽ 6th സെക്കൻഡ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കിട്ടാൻ പോണേ, ആ തേർഡ് സെക്കൻഡ് മുതൽ 6th സെക്കൻഡ് വരെ ഉണ്ടായ ചേഞ്ച് വെലോസിറ്റി കിട്ടിക്കോളും. റൈറ്റ്, അപ്പൊ നമ്മൾ ഈ ഏരിയ കാണാൻ പോവാണ്, നോക്കിക്കോളൂ. അഗൈൻ ഏരിയ റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ഏരിയ കാണാൻ ചെയ്യേണ്ടത് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. റൈറ്റ്, അപ്പോ നോക്കാം നമുക്ക്. ഏരിയ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് നോക്കാം. എത്ര ലെങ്ത്? 6 - 3 അല്ലെ, 6 - 3 ആണ്. സോ 6 - 3 ഇൻടു അടുത്ത ഹൈറ്റ് നോക്കാം. എന്റെ ഹൈറ്റ് -4 - 0 കണ്ടോ, ഇവിടെ -4 ആണ്. അപ്പോ -4 - 0 -4 - 0. ഓക്കെ, മാറിപ്പോയത് -4 - 0. എന്താ കിട്ടുന്നത്? 6 - 3 3 ഇൻടു -4 - 0 -4 എന്ത് കിട്ടി? -12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ വെലോസിറ്റി ചേഞ്ച് എത്രയാണ്? -12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? വെലോസിറ്റി അവിടെ കുറയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് അല്ല കിട്ടിയേക്കണേ. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ എന്താ? നെഗറ്റീവ് ആണ്, കുറഞ്ഞു. വെലോസിറ്റി എത്ര കുറഞ്ഞു? 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ആ 3 സെക്കൻഡ് എത്ര കുറഞ്ഞു? 12 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ് എത്രയായിരിക്കും? കണ്ടുപിടിക്കാലോ. വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ്, 6 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി കാണും. 3 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി നമുക്കറിയാം, അത് 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. റൈറ്റ്, പിന്നെയുള്ള 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ആഫ്റ്റർ 3 സെക്കൻഡ് 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വെലോസിറ്റി. അത് കഴിഞ്ഞുള്ള 3 സെക്കൻഡ് കൊണ്ട് എന്ത് പറ്റി? വെലോസിറ്റി കുറഞ്ഞു. എത്ര കുറഞ്ഞു? 12 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു. അപ്പൊ 12 - 12 എത്രയാണ്? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ് എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? അപ്പൊ നമ്മള് എല്ലാ വെലോസിറ്റിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0. AT ഗ്രാഫ് ആണ്. ഏരിയ അണ്ടർ AT ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ആ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? അത്രയും സമയം കൊണ്ടുണ്ടായ ചേഞ്ച് വെലോസിറ്റി കിട്ടും. കണ്ടുപിടിച്ചപ്പോ ബേസ് 3 - 0, ഹൈറ്റ് 4 - 0 പ്ലസ് 12 എന്ന് കിട്ടി. വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് കൂടിയിട്ടുണ്ട് ആ 3 സെക്കൻഡ് കൊണ്ട്. സ്റ്റാർട്ടിംഗിൽ 0, അപ്പൊ 0 + 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആഫ്റ്റർ 3 സെക്കൻഡ് വെലോസിറ്റി. നെക്സ്റ്റ് 3 സെക്കൻഡ് നോക്കുക. അഗൈൻ ഏരിയ കാണാൻ പോവാണ്. ഏരിയ കാണാൻ നേരത്ത് 6 - 3 ആണ് ബേസ്, ഹൈറ്റ് -4 - 0 ആണ്. അപ്പോ എന്താ കിട്ടുക? -12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ചേഞ്ച് വെലോസിറ്റി നെഗറ്റീവ് ആണ്. സോ വെലോസിറ്റി അവിടെ കുറയാണ് ചെയ്യണേ. 12 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു. ആ 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറഞ്ഞെങ്കിൽ തേർഡ് സെക്കൻഡിൽ എത്രയാ വെലോസിറ്റി? 12. ആ 3 സെക്കൻഡ് കൊണ്ട് നെക്സ്റ്റ് 3 സെക്കൻഡ് എത്ര കുറഞ്ഞു? 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12 - 12 എന്ത് കിട്ടും? 0 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ക്ലിയർ? അപ്പൊ ആഫ്റ്റർ 6 സെക്കൻഡ് ആ മോഷൻ കഴിയുമ്പോൾ എത്രയാണ് വെലോസിറ്റി? 0 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇനി ഗ്രാഫ് വരയ്ക്കാലോ. നോക്കുക. അടുത്ത പോയിന്റ്, AT ഗ്രാഫിനകത്ത് ഈ ഗ്രാഫ് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആണ്. അതായത് ഏരിയ കോൺസ്റ്റന്റ് ആണ്. അത് ഇവിടെയാണെങ്കിലും ശരി, ഇവിടെയാണെങ്കിലും ശരി. 0 മുതൽ 3 സെക്കൻഡ് വരെ എത്രയാണ് ആക്സിലറേഷൻ? +4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് തേർഡ് സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ എത്രയാണ് ആക്സിലറേഷൻ? -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ട് ഇന്റർവെല്ലും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. A കോൺസ്റ്റന്റ് ആണ്, മനസ്സിൽ വെക്കുക. A കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്? VT ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. VT ഗ്രാഫിന്റെ ഏരിയ എന്താ? സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് എന്താണ്? ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് എന്താണ്? ആക്സിലറേഷൻ ആണ്. ക്ലിയർ? അപ്പോ ഏരിയ കോൺസ്റ്റന്റ് ആണ്. VT ഗ്രാഫിന്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. VT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ആക്സിലറേഷൻ കോൺസ്റ്റന്റ്, VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? VT ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ VT ഗ്രാഫ് വരയ്ക്കാൻ എന്തൊക്കെ വേണമായിരുന്നു? ആദ്യം ഷേപ്പ് വേണമായിരുന്നു. ഷേപ്പ് കിട്ടി. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. അപ്പൊ A കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ VT ഗ്രാഫിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി, സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഇനി വാല്യൂ വേണം. വാല്യൂ കാണാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ അണ്ടർ AT ഗ്രാഫ് ചേഞ്ച് വെലോസിറ്റി, അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3 തേർഡ് സെക്കൻഡിലെ വെലോസിറ്റിയും 6 സെക്കൻഡിലെ വെലോസിറ്റിയും കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഇനി ഗ്രാഫ് ഒന്ന് വരച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ ഗ്രാഫ് വരയ്ക്കാണ്. നോക്കാം. ഓക്കെ, ഞാൻ നേരെ താഴെ വരയ്ക്കുന്നത് നോക്കി കേട്ടോ. ഓക്കെ, ഇതാണ് വെലോസിറ്റി. ടൈം പി ടി. ഓക്കെ, ഇപ്പൊ ടൈം ഞാൻ മാർക്ക് ചെയ്യാം. ഇത് 0, ഇത് 3 എന്ന് മാർക്ക് ചെയ്യാം. ഇത് എന്ത് ചെയ്യാം? 6 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 1 2 3 നിങ്ങൾ മാർക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഫൈനൽ പോയിന്റ്സ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 0 3 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 മുതൽ 3 സെക്കൻഡ് വരെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യണം അല്ലെ? ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. 0 മുതൽ 3 സെക്കൻഡ് വരെ എങ്ങനെയാണ്? ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. 0 മുതൽ 3 സെക്കൻഡ് വരെ പോസിറ്റീവ് ആക്സിലേഷൻ ആണ്. എന്താണ് ആക്സിലേഷൻ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് ഓക്കെ അല്ലേ? എന്നാൽ 3rd സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ എന്താണ് ആക്സിലേഷൻ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആക്സിലേഷൻ ആണെങ്കിൽ എന്താ മനസ്സിലാക്കണ്ടേ? അവിടെ വെലോസിറ്റി കുറയാണ്. അപ്പൊ പോസിറ്റീവ് ആക്സിലേഷൻ ആണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ആക്സിലേഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കുറയുന്നു. ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് വരയ്ക്കാം. നോക്കാം. അപ്പൊ 0 മുതൽ 3 സെക്കൻഡ് വരെ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ് ക്വസ്റ്റൻ അല്ലേ? സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, ദെൻ 3rd സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് വരെ 3rd സെക്കൻഡ് വരെ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. കാരണം പോസിറ്റീവ് ആക്സിലേഷൻ ആണ്. 3rd സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? എത്രയാ 3rd സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറയുന്നത്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ 0 മുതൽ 3rd സെക്കൻഡ് വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. 3rd സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വരയ്ക്കാലോ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. എന്താ റീസൺ? വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? ആക്സിലേഷൻ. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലേ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ. ഇവിടെ ആക്സിലേഷൻ എങ്ങനെയാ? കോൺസ്റ്റന്റ് ആണ്. +4 ആ 0 മുതൽ 3 സെക്കൻഡ് വരെ +4 ആണ്. ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വി ടി ഗ്രാഫിൽ എന്തായിരിക്കണം? ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ സ്ട്രൈറ്റ് ലൈൻ. എന്തുകൊണ്ടാണ് മേളിലേക്ക് വരാൻ കാരണം? പോസിറ്റീവ് ആക്സിലേഷൻ ആണ്. ക്ലിയർ? അടുത്ത 3rd സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ നെഗറ്റീവ് ആക്സിലേഷൻ ആണ്. വെലോസിറ്റി കുറയണം. 3rd സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ വെലോസിറ്റി എങ്ങനെയാണ്? ആക്സിലേഷൻ നെഗറ്റീവ് ആണ്. വെലോസിറ്റി എന്ത് ചെയ്യണം? കുറയണം, ഡിക്രീസ് ചെയ്യണം. റൈറ്റ്? ഇനി ആഫ്റ്റർ 6 സെക്കൻഡ്സ്, 6ാമത്തെ സെക്കൻഡിൽ എത്ര വെലോസിറ്റി? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ 3rd സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ നെഗറ്റീവ് ആക്സിലേഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. പക്ഷെ അവിടെ ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്, -4 ആണ്. അപ്പൊ സ്ട്രൈറ്റ് ലൈനെ വരത്തുള്ളൂ. ആക്സിലേഷൻ നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി എന്ത് ചെയ്യണം? കുറയണം. ഷേപ്പ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ. ഇനി 6ാമത്തെ സെക്കൻഡിൽ എത്ര വെലോസിറ്റി? 0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റൈറ്റ്? വരയ്ക്കാമോ? വരയ്ക്കാണ്. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ ഗ്രാഫ് കിട്ടി. ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കൂടെ. എന്ത് ഗ്രാഫാ വരച്ചേക്കണം? വി ടി ഗ്രാഫാ വരച്ചേക്കണം. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? ആക്സിലേഷൻ. 0 മുതൽ 3rd സെക്കൻഡ് വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ആക്സിലേഷൻ പോസിറ്റീവ് ആണ്. 3rd സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ സ്ട്രൈറ്റ് ലൈൻ ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലേഷൻ ആണ്. സോ അവിടെ ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. താഴത്തേക്കാ പോകുന്നത്. ആക്സിലേഷൻ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? പിന്നെ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് 0 ആണ്. 3rd സെക്കൻഡില് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ അല്ലേ?
അപ്പോ ഗ്രാഫ് നിങ്ങൾ ശരിക്കും വരയ്ക്കുക. ഷേപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ 12 മീറ്റർ പെർ സെക്കൻഡും 1, 2, 3 ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പൊ നമ്മൾ ഒന്നാം ബി പാർട്ട് കഴിഞ്ഞു. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിംഗ് ദി അബോവ് ഗ്രാഫ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ഗിവൺ ഇന്റർവെൽ. Find the displacement in the given interval of time from 0 to 3 seconds. Find the displacement in the given interval of time from 0 to 3 seconds. 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണും. 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണും. എങ്ങനെ കാണാൻ പറ്റും? അഗൈൻ ഏരിയ. ഏത് ഗ്രാഫിന്റെ ഏരിയ? VT ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. VT ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. നോക്കാലോ, ഇത് VT ഗ്രാഫ് ആണ്. നമുക്ക് ഏത് മുതൽ ഏത് വരെ വേണം? 0 മുതൽ 3 സെക്കൻഡ് വരെ വേണം. അപ്പൊ VT ഗ്രാഫില് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ അണ്ടർ VT ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഏരിയ ആണ് വേണ്ടത്? 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഏരിയ വേണം. ഈ ഏരിയ നമുക്ക് വേണം. ഈ ഏരിയ നമുക്ക് വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ക്ലിയർ? കാണാൻ ഈസി അല്ലേ? എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. ഏരിയ കാണാൻ ഹാഫ് BH. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഏരിയ അണ്ടർ VT ഗ്രാഫ്. ഏരിയ അണ്ടർ VT ഗ്രാഫ്. അപ്പൊ നമ്മൾ ഏരിയ കാണാൻ പോവാണ്. എങ്ങനെയാണ് ഏരിയ കാണുന്നത്? ഹാഫ് BH വെച്ച് അല്ലേ? അപ്പോ ട്രയാങ്കിൾ ഷേപ്പ് ആണ്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ്. എത്രയാ ബേസ്? 0 മുതൽ 3 വരെ. അപ്പൊ 3 - 0 3. ഇനി എത്രയാ ഹൈറ്റ്? 0 മുതൽ 12 വരെ. 12 - 0 12. റൈറ്റ്? 12 കട്ടായി 6 ഇൻറ്റു 3 വരും. എത്രയാണ്? 18 കിട്ടും. അപ്പൊ 18 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദാറ്റ് 3 സെക്കൻഡ്. ആ 3 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 18 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ VT ഗ്രാഫിന്റെ ഏരിയ അടിയിലുള്ള ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് 0 മുതൽ 3 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അത്രയും ടൈമിലുള്ള ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കാം. ഗ്രാഫിന്റെ ഷേപ്പ് ട്രയാങ്കിൾ. ഏരിയ കാണാൻ ഹാഫ് BH. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 12. അപ്പോ 6 ഇൻറ്റു 3 വരും. 18 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? ഇതേ ക്വസ്റ്റ്യൻ 0 മുതൽ 6 സെക്കൻഡ് വരെ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഈ ഏരിയ കൂടെ കാണും അല്ലെ? ഇതേ പ്ലസ് ഇത് ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടോ? ഈ ഭാഗത്തുള്ള ഏരിയ കൂടെ കണ്ടുപിടിക്കാം. ഇതുകൂടെ കണ്ടുപിടിച്ചാൽ മതി. ആഡ് ചെയ്താൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ടോട്ടൽ കാണാം. 0 ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി ഹാഫ് BH. അപ്പൊ ബേസ് 6 എടുക്കുക, ഹൈറ്റ് 12 എടുക്കുക. അപ്പോൾ ഏരിയ കിട്ടും 36 36 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ AT ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ അതെന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. VT ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താണ്? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പൊ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സ്ട്രൈറ്റ് ലൈൻ VT ഗ്രാഫ്. ഏരിയ ഇവിടെ ആക്സിലേഷൻ പോസിറ്റീവ് ആണ്. A പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ആക്സിലേഷൻ ആണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ VT ഗ്രാഫിലെ ലൈൻ എങ്ങനെയായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ ഇവിടെ എങ്ങനെയാ? A കോൺസ്റ്റന്റ് ആണ്, നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആക്സിലേഷൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. റൈറ്റ്? അഗൈൻ ഗ്രാഫിൽ എങ്ങനെയാ? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റൻ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒന്നുകൂടെ ഞാൻ ആ സ്ലോപ്പ് മേരുന്ന് ക്ലിയർ ചെയ്ത് തരാം. നോക്കിയിരിക്കും എല്ലാവരും. ആദ്യം സ്ലോപ്പ് ആണ് പറയുന്നത്. സ്ലോപ്പ് XT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? അത് വെലോസിറ്റി ആണ്. VT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? അത് ആക്സിലറേഷൻ ആണ്. XT ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ. ഇതുപോലെ ഏരിയ അണ്ടർ ഗ്രാഫ്. AT ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി. അതുപോലെ VT ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ്. മാറിപ്പോരുത്, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ, എന്നാൽ VT ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ്. AT ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, സ്ലോപ്പ് അവിടെ ഇല്ല. XT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? വെലോസിറ്റി, അവിടെ ഏരിയ ഇല്ല. മാറിപ്പോരുത് പഠിക്കും. ക്ലിയർ? ഓർത്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് മിക്കവാറും എക്സാമിന് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ ബിലോ. ഒരു AT ഗ്രാഫ് ആണ് കാണിച്ചേക്കുന്നത്. ഡ്രോ ദി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വളരെ ഈസിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണ്. വാട്ട് ഡസ് ദി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്? സി ഒരു
arrive at a relation connecting velocity v and time t for a uniformly accelerated body. അതിൽ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഡ്രോ ദി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്, വി ടി ഗ്രാഫ് വരയ്ക്കണം. തന്നേക്കുന്നത് എന്താ? എ ടി ഗ്രാഫ്. എങ്ങനെയാണ് ആക്സിലറേഷൻ? കോൺസ്റ്റന്റ് ആണ്. സൈനോ പോസിറ്റീവ് ആണ്, മുകളിലാണ്. അപ്പൊ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. എ കോൺസ്റ്റന്റ് ആണ്. പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. എ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഗ്രാഫ് ഈസി ആയിട്ട് വരയ്ക്കാം. വി ടി ഗ്രാഫ് വരയ്ക്കണം. ഞാൻ ജസ്റ്റ് വരയ്ക്കുകയാണ്, നോക്കുക. വി ടി ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. അപ്പോ എ കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു U0 എടുക്കാണ്. ഇനീഷ്യൽ വെലോസിറ്റി യു എടുക്കാണ്. ഓക്കെ, പിന്നെ എ കോൺസ്റ്റന്റ് ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്റെ ഗ്രാഫ്. ഒന്നും കൂടെ, എ ടി ഗ്രാഫില് എ എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. പിന്നെ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരണം വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ്, സോ സ്ട്രൈറ്റ് ലൈൻ. പോസിറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ക്ലിയർ? ഗ്രാഫ് വരച്ചു. പിന്നെ ഇനീഷ്യലി റെസ്റ്റ് ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ വെലോസിറ്റി യൂന്ന് എടുത്തു, ഫൈനൽ വെലോസിറ്റി ഞാൻ വീണ്ടും എടുത്തു. ഓക്കെ, കുഴപ്പമില്ല. ഒന്നാമത്തെ ഗ്രാഫ് എടുത്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഡസ് ദി ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്? വി ടി ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ. വി ടി ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വി ടി ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. മാറിപ്പോയത്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ, ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത സി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 3 ഡെറിവേഷൻ നമ്മൾ ഒരുമിച്ച് പറയുകയാണ്. വേറെ ക്വസ്റ്റിൽ വരുന്ന ഡെറിവേഷൻ ആണ് ഞാൻ ഇവിടെ കയറ്റി പറയാണ്. ഒറ്റ ഒരു പ്രോബ്ലത്തിൽ തീരും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം നോക്കുക. ഞാൻ ക്ലിയർ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? അറൈവ് എ റിലേഷൻ കണക്ടിംഗ് വെലോസിറ്റി ആൻഡ് ടൈം ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. V is equal to U plus AT, S equal to UT plus half AT square, V square is equal to U square plus 2AS. ആ 3 ഇക്വേഷൻ ആണ് ഡെറിവ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചേക്കുന്നത് V യും T യും തമ്മിലുള്ള റിലേഷൻ ആണ്. V is equal to U plus AT ആണ്. ഓക്കെ, അപ്പൊ V equal to U plus AT മാത്രം ഡെറിവ് ചെയ്താൽ മതി. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ബാക്കി രണ്ടും ഡെറിവ് ചെയ്യാണ്. കാരണം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് 3ഉം കൂടെ ഒരുമിച്ച് ഞാൻ പറയും. ഓക്കെ അല്ലേ? നോക്കല്ലേ? കുറച്ച് സ്പേസ് വേണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ ഗ്രാഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. മീനിങ് എന്താ? എ കോൺസ്റ്റന്റ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം മോഷൻ ആണെങ്കിലോ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം മോഷൻ മാത്രമേ ഉള്ളെങ്കിൽ അത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ എ കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എന്താണ്? ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാലോ? നോക്കല്ലേ? അപ്പോ ഗ്രാഫ് വരയ്ക്കാണ്. വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് വി ടി ഗ്രാഫാണ്. അപ്പോ വി ടി ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. എ കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ഗ്രാഫ് എങ്ങനെയായിരിക്കണം? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. സ്ലോപ്പ് അവിടെ എങ്ങനെയാ? ആക്സിലറേഷൻ എങ്ങനെയാ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ ഞാൻ എടുക്കുന്നത് ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി ഫോർ എക്സാമ്പിൾ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ യു എടുത്തു. ഫൈനൽ വെലോസിറ്റി എന്ത് ചെയ്തു? ഞാൻ ബി എടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി എന്ത് ചെയ്തു? ഞാൻ യു എടുത്തു. ഫൈനൽ വെലോസിറ്റി ഞാൻ എന്ത് ചെയ്തു? ബി എടുത്തു. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ടൈം ഇന്റർവെൽ ടി ആണ്. ടി ടൈം കൊണ്ട് ഒരു ബോഡി ഫ്രം യു ടു ബി എത്തിയിട്ടുണ്ട്. വെലോസിറ്റി യു ന്ന് ബി വരെ എത്തിയിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ ആണ്. എ എങ്ങനെയാണ്? എ കോൺസ്റ്റന്റ് ആണ്.
ഗ്രാഫ് ക്ലിയർ അല്ലേ? വി ടി ഗ്രാഫ് ആണ് വരച്ചേക്കുന്നത്. യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ ആയതുകൊണ്ട് ഏരിയ ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം വി ടി ഗ്രാഫില്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ എത്ര വെലോസിറ്റി v ആണ്. ഓക്കെ, അപ്പൊ വി ടി ഗ്രാഫ് ആണ് വരച്ചേക്കുന്നത്. ക്ലിയർ? ബാക്കി നോക്കാം. അപ്പൊ എനിക്ക് 3 ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാലോ? ഒന്ന് v is equal to u plus at ഉണ്ട്, പിന്നെ ഒന്ന് s equal to ut plus half at square ഉണ്ട്, അതുപോലെ v square is equal to u square plus 2as ഉണ്ട്. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. ഞാൻ മൂന്നും കൂടെ ഒരുമിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. v is equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. അങ്ങനെ 3 ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, v is equal to u plus at മാത്രമേ. നോക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ പോകാം. നമുക്കറിയാം വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ആക്സിലേഷൻ ആണ്. എങ്ങനെയാ സ്ലോപ്പ് കാണുന്നത്? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. അപ്പോ വൈ ആക്സിൽ ആരാ? വെലോസിറ്റി ആണ് അല്ലെ? വൈ ആക്സില് വെലോസിറ്റി ആണ്. അപ്പോ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് വേണ്ടത്. എക്സ് ആക്സിൽ ആരാ? ടൈമാണ് അല്ലെ? ടൈമാണ്. അപ്പൊ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ മീൻസ് ചേഞ്ച്. വൈ ആക്സിലെ ചേഞ്ച് ബൈ എക്സ് ആക്സിലെ ചേഞ്ച് ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. വൈ ആക്സിനകത്ത് വെലോസിറ്റി ആണ്, അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എക്സ് ആക്സിലോ ടൈം ആണ്, അപ്പൊ ചേഞ്ച് ഇൻ ടൈം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി വേണം അല്ലെ? ഓക്കെ എല്ലാവരും, ഇവിടുന്ന് യു മുതൽ ബി വരെ വന്നിട്ടുണ്ട് അല്ലെ? യു മുതൽ ബി വരെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ട്രയാങ്കിൾ ഉണ്ടോ? ട്രയാങ്കിൾ ഉണ്ടല്ലോ അല്ലെ? അപ്പോ ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, യു മുതൽ ബി വരെ. അപ്പൊ എത്ര ചേഞ്ച് ഇൻ വെലോസിറ്റി? ഫൈനൽ മൈനസ് ഇനീഷ്യൽ, v മൈനസ് യു. ടൈം ടി ടൈം കൊണ്ടാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ടി മൈനസ് 0 അല്ലെ? സ്റ്റാർട്ടിംഗ് ടൈം 0. ഇവിടുത്തെ ഇപ്പൊ എത്ര ടൈം എടുത്ത്? ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ടി മൈനസ് 0 എന്ന് വരും. ടി മൈനസ് 0 ഇപ്പൊ എന്താ പറയാ? v മൈനസ് യു ബൈ ടി എന്ന് വരും. ആക്സിലേഷൻ a is equal to v മൈനസ് യു ബൈ ടി. ക്ലിയർ? അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ സ്ലോപ്പ് കാണാൻ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം അല്ലെ? ഇപ്പൊ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഇട്ടില്ലേ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് ബൈ ബേസ്. സ്ലോപ്പ് കാണാൻ വേണ്ടി എന്തിനാ മതി? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ബൈ ബേസ് ആണ് ആര്? സ്ലോപ്പ്. ഇതാണ് ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ആ ഹൈറ്റ് എത്രയാ? ഇവിടം വരെ v. ഇത്രയും ലെങ്ത് v ആണ്, ഇത്രയും ലെങ്ത് u ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാ വരിക? അത് എത്രയാ വരിക? v മൈനസ് യു ആണ്. 0 ഇത് ഒറിജിൻ ആണ്. ഇത് ഇത്രയും ഹൈറ്റ് എത്രയാ? v ആണ്. ഇത് എത്രയാ? u ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അത് v മൈനസ് യു ആയിരിക്കും. അപ്പൊ ഹൈറ്റ് ബൈ ബേസ് v മൈനസ് യു ബൈ ടി. അങ്ങനെ സ്ലോപ്പ് ഓഫ് ചെയ്യാം. അപ്പൊ സ്ലോപ്പ് നമുക്ക് എന്താണ്? ആക്സിലറേഷൻ ആണ്. a is equal to v minus u by t എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ at is equal to v minus u എന്ന് കിട്ടി. at is equal to v minus u എന്ന് കിട്ടി. ആവശ്യമുണ്ട്. at is equal to v minus u എന്ന് കിട്ടി. u അപ്പുറം കൊണ്ടുപോകാം. അപ്പൊ എന്താ കിട്ടുക? v is equal to u plus at. ഒന്നാമത്തെ ഇക്വേഷൻ ആയില്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ആയില്ലേ? v is equal to u plus at. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം. v is equal to u plus at. ക്ലിയർ അല്ലേ? ഞാൻ യുടെ സൈഡ് മാറ്റിയാൽ മതി, അത് പ്ലസ് u ആയിക്കോളും. v is equal to u plus at. ഒന്നാമത്തെ കാര്യം.